കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ദേവിനെ കാണിച്ചുകൊണ്ടാണ്. ദേവ് അവന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. ആ ഒരു സമയത്ത് പെട്ടെന്ന് വല്ലാത്തൊരു ശബ്ദം കേൾക്കാം. കണ്ണു തുറക്കുന്നവൻ അവന്റെ മുറിയുടെ വാതിൽക്കിൽ നിന്ന് അമ്മ അവനെ വിളിക്കുന്ന കണക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അമ്മയുടെ പിറകിലായി അവന്റെ അച്ഛനും നിൽപ്പുണ്ട്. പക്ഷെ അച്ഛൻ നോർമലായ ഒരു രീതിക്കായിരുന്നില്ല ഉണ്ടായിരുന്നത്. അദ്ദേഹം രക്തത്തെ കുളിച്ച് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അമ്മയ്ക്ക് എന്തോ ഒരു ആപത്തുണ്ടെന്ന് തോന്നുന്നവൻ അമ്മയെ നോക്കി റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവൻ പിന്നീട് നേരിടുന്നത് അവന്റെ അമ്മയുടെയും അച്ഛന്റെയും പ്രേതരൂപങ്ങളെയാണ്. അവർ അവനെ മാറിയും തിരിഞ്ഞും ആക്രമിക്കാനായി നോക്കുന്നു. ഒരാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ മറ്റേ അവനെ ആക്രമിക്കാൻ നോക്കുകയാണ്. അങ്ങനെ ഒരുവിധം അവൻ അവന്റെ മുറിയിൽ കയറി കഥ കടക്കാനായി നോക്കുമ്പോഴേക്കും പുറത്ത് കാറിൽ സഹായത്തിനായി വിളിക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും ശബ്ദം അവന് കേൾക്കാം. അവൻ വേഗം ഓടി ചെല്ലുമ്പോഴേക്കും കാണുന്നത് രക്തത്തിൽ കുളിച്ചിരിക്കുന്ന അവന്റെ അച്ഛനെയും അമ്മയുമാണ്. അവർ മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ട് അവൻ അലമുറ ഇടുമ്പോഴേക്കും അവന്റെ അതേ രൂപം അവനെ നീ കാരണം നിന്റെ അച്ഛനും അമ്മയും മരിച്ചെന്ന് പറഞ്ഞ് ആക്രമിക്കാനായി നോക്കുന്നു. ഞാനല്ല, എന്റെ അച്ഛനും അമ്മയും കൊന്നത് ഞാനല്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ പൊട്ടിക്കരയുന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ ആ ദുസ്വപ്നത്തിൽ നിന്ന് ദേവ് ഉണരുകയാണ്. അതെ, ദേവ് ഇത്രയും നേരം കണ്ടത് ഒരു സ്വപ്നമാണ്. വെറും സ്വപ്നമല്ല, വലിയൊരു ദുസ്വപ്നമാണ്. പക്ഷെ ഇന്ന് ആദ്യമായിട്ടല്ല അവൻ ഈ ദുസ്വപ്നം കാണുന്നത്. അവന്റെ അച്ഛനും അമ്മയും കുറച്ച് നാളുകൾക്ക് മുന്നേ മരണപ്പെട്ടവരാണ്. അവരുടെ മരണശേഷം അവൻ സ്ഥിരമായി ഇതുപോലെ അച്ഛന്റെയും അമ്മയുടെയും പ്രേതരൂപങ്ങളെ സ്വപ്നം കാണാറുണ്ട്. എന്തായാലും ഈ ഒരു ദുസ്വപ്നം അവന് പതിവ് കാഴ്ച ആയതുകൊണ്ട് തന്നെ അവനത് വലിയ മൈൻഡ് ആക്കാതെ റെഡിയായി സ്കൂളിലേക്ക് പോകാനേ ഒരുങ്ങുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനായി എത്തുന്ന അവൻ ഹോളിലിരുന്ന മുത്തശ്ശൻ TV കാണുന്നുണ്ട്. അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം ഈ മുത്തശ്ശന്റെ കൂടെയാണ് നമ്മുടെ ദേവ് ഇവിടെ താമസിക്കുന്നത്. ആ ഒരു സമയത്ത് ന്യൂസിൽ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും വളരെ നിഗൂഢമായ രീതിയിൽ മരണപ്പെട്ടതിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവൻ അതും കണ്ട് സ്കൂളിലേക്ക് ബസ്സിൽ പോകുന്ന സമയത്ത് ബസ്സിൽ വെച്ചും അച്ഛന്റെയും അമ്മയുടെയും പ്രേതരൂപങ്ങളുടെ ഇല്യൂഷൻ അവന് വരുന്നുണ്ട്. ഇത് എപ്പോഴും വരുന്ന സംഭവം എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് അവൻ അത് മൈൻഡ് ആക്കുന്നില്ലെങ്കിലും ഈ ഒരു കാര്യങ്ങൾ അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അങ്ങനെ അവൻ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ ആ ഒരു ഡിസ്റ്റർബൻസ് അവന്റെ മുഖത്ത് കാണാം. അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് അത് കണ്ട് അവനോട് വന്ന് സംസാരിക്കുന്നു. എന്താടാ ഇപ്പോഴും പ്രശ്നമൊന്നും ഓക്കെ ആയിട്ടില്ലേ എന്ന് അവന്റെ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഫ്രണ്ട് ചോദിക്കുമ്പോൾ ഇല്ലടാ എന്ന് അവനും പറയുന്നു. ഈ ഫ്രണ്ടിന്റെ പേര് ഏക്കോ എന്നാണ്. ഏക്കോ ആകട്ടെ, എടാ നീ ഇന്നത്തെ ന്യൂസ് കണ്ടിരുന്നു? ഒരു ഫാമിലിയിൽ എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയത്ത് മരിച്ചുപോയി. എല്ലാവരും ഉറങ്ങാനായി കിടന്നതാണ്, പിന്നീട് ആരും എണ്ണീറ്റിട്ടില്ല. വളരെ വിചിത്രമായ ഒരു സംഭവം തന്നെ എന്ന് പറയുന്നവൻ ആ ന്യൂസിന്റെ ഡീറ്റെയിൽസ് ദേവിനെ കാണിക്കുന്നു. ഫാമിലിയിലുള്ള എല്ലാവരും ഉറക്കത്തോടുകൂടി മരണപ്പെട്ടവരാണ്. അതായത് രാത്രി ഉറങ്ങാനായി കിടന്ന് അടുത്ത ദിവസം അവർ എണ്ണീറ്റില്ല, മരണപ്പെട്ടിരുന്നു. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സാറ് ക്ലാസ്സിലേക്ക് എത്തുന്നുണ്ട്. വന്നപാടെ ഇവരുടെ ക്ലാസ്സിലേക്ക് പുതുതായി എത്തിയ ഒരു ന്യൂ സ്റ്റുഡന്റിനെ സാറ് പരിചയപ്പെടുത്തുന്നു. അവളുടെ പേര് വൂളൻ എന്നാണ്. വൂളനായിട്ട് ക്ലാസ്സിൽ വന്നപാടെ ഫുള്ള് ശ്രദ്ധിക്കുന്നത് ദേവിനെ തന്നെയായിരുന്നു. ദേവിന് പക്ഷെ വൂളനെ ഒരു പരിചയമില്ല. വൂളനെ ദേവിന്റെ ഫ്രണ്ടും ശ്രദ്ധിക്കുന്നുണ്ട്. എടാ നിനക്ക് ആ പെണ്ണിനെ അറിയാവോ? അവള് വന്നപ്പോ തൊട്ട് നിന്നെയാണല്ലോ നോക്കുന്നതെന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോ എനിക്കൊന്നും അറിയില്ല എന്ന് ദേവും പറയുന്നു. എന്തായാലും ഫ്രണ്ട് ദേവിന് വേണ്ടി വൂളനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. വൂളന് അമ്മയില്ല, അവൾ കുഞ്ഞുനാളിലെ മരണപ്പെട്ടതാണ്. അവൾ വളരെ സൈലന്റ് ടൈപ്പാണ്. അവൾക്ക് മാനസികമായി എന്തോ പ്രശ്നമുണ്ടെന്ന രീതിക്കൊക്കെയാണ് അവളെ പറ്റി അന്വേഷിക്കുമ്പോൾ ഈ ഫ്രണ്ട് അറിയുന്നത്. ദേവ് ആകട്ടെ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. ദേവിന് അന്ന് വൈകിട്ട് അപ്പൂപ്പന്റെ കൂടെ ഹോസ്പിറ്റലിലെ ചെക്കപ്പിന് പോകേണ്ടതായിട്ടുണ്ട്. അവന് മാനസികമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഈ സ്വപ്നം കാണലും ആ കാര്യങ്ങളൊക്കെ. അപ്പൊ ഡോക്ടർ അവന്റെ അച്ഛനും അമ്മയും മരിച്ച ശേഷം അത് അവനെ മാനസികമായി ബാധിച്ചിട്ടുണ്ടെന്ന രീതിക്ക് തന്നെ പറയുന്നുണ്ട്. ഏതാണ്ട് അവനൊരു മെന്റൽ പേഷ്യന്റ് ആണെന്ന് കണക്ക് ഡോക്ടർ സംസാരിക്കുന്നത് മുത്തശ്ശനും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവിടെ ചെറിയൊരു സംസാരവും ആകുന്നു. മുത്തശ്ശനായിട്ട് ഇവര് രണ്ടുപേരും മാത്രമുള്ള വീട്ടിലെ സഹായത്തിനൊക്കെ ഒരു ജോലിക്കാരനെയും നിർത്തുന്നുണ്ട്. എന്തായാലും ഡോക്ടർ കുറച്ച് മരുന്നൊക്കെ ദേവിന് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും കഴിച്ചിട്ട് അവൻ ഈ അച്ഛന്റെയും അമ്മയുടെയും പ്രേതരൂപങ്ങളെ കാണുന്ന കണക്ക് ഉണ്ടാവുന്ന ഒരു തോന്നലിൽ നിന്ന് ഒരു മാറ്റവും വരുന്നില്ല. അതവനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ സ്കൂൾ അസംബ്ലിക്ക് നിൽക്കുന്ന സമയത്തും അവൻ അതുപോലെ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ആ ഒരു സമയത്ത് അവൻ ആകെ പാനിക് ആവാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വൂളൻ വന്ന് നിൽക്കുന്നു. അവന്റെ കയ്യിൽ മുറുകെ പിടിക്കുന്ന അവൾ പേടിക്കേണ്ട, ഇറുക്കി കണ്ണടച്ച് ശ്വാസം ഒന്ന് ശക്തിയിൽ വലിച്ചൊന്ന് പതിയെ പുറത്തേക്ക് വിടും. എല്ലാം ഓക്കെ ആവുന്ന അവൾ പറയുമ്പോൾ പെട്ടെന്ന് അവൻ അതേ കണക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ അവന് അത്രയും നേരം അവനെ ഡിസ്റ്റർബ് ചെയ്ത് നിന്നിരുന്ന അച്ഛന്റെയും അമ്മയുടെയും പ്രേതരൂപങ്ങളെ കാണാൻ സാധിക്കുന്നില്ല. ഒപ്പം തന്നെ അവന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന വൂളനും അപ്പോഴേക്കും അടുത്തില്ല. നോക്കുമ്പോൾ അവൾ അസംബ്ലിക്ക് ഒരു ലൈനിന്റെ ഏറ്റവും പുറകിലായി നിൽക്കാണ്. എന്താ ഇത്? അവളല്ലേ എന്നോട് ഇപ്പൊ സംസാരിച്ചത്? എനിക്ക് എന്തിപ്പോ സംഭവിക്കുന്നത് എന്നൊക്കെ മനസ്സിലാവാതെ അവൻ ഇങ്ങനെ നിൽക്കുന്നു. പിന്നീട് അവൻ ടോയ്ലറ്റിന്റെ അവിടേക്ക് പോകുന്ന സമയത്തും അവൾ അവിടെ അവനെ കാണുന്നുണ്ട്. അവളെ പറ്റി എന്തോ വിയേർഡായി തോന്നുന്നവൻ, നിനക്ക് എനിക്ക് കാണാൻ പറ്റുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ അസംബ്ലിക്ക് നിൽക്കുമ്പോൾ ഇങ്ങനെ ആകെ പ്രശ്നത്തിലായി നിൽക്കുകയായിരുന്നു എന്നത് നീ എങ്ങനെയാണ് കറക്റ്റ് ആയി കണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ അവൾ വളരെ സ്പെഷ്യൽ ആണ്, അതുകൊണ്ട് സേഫ് ആയിട്ട് ഇരിക്കണമെന്ന് മാത്രം അവനോട് പറയുന്നു. അന്നാകട്ടെ അവൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് ബസ്സിൽ യാത്ര പുറപ്പെടുന്ന സമയം അവന്റെ സഹയാത്രികനായ ആള് അവന്റെ തോളിൽ തല ചായച്ച് ഉറങ്ങാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം അവൻ വിളിക്കുന്നില്ലെങ്കിലും അവൻ ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്താറാകുമ്പോഴേക്കും അയാളെ ഉണർത്താനായി അവൻ അയാളുടെ ദേഹത്ത് തൊടുമ്പോഴേക്കും മറ്റേതോ ലോകത്തെത്തി കണക്ക് അവന് ഫീൽ ആവുന്നുണ്ട്. അവിടെ അവൻ കാണുന്നത് ഇപ്പൊ അവന്റെ തൊട്ടടുത്തിരുന്ന ആ ഒരു പാസഞ്ചറിന്റെ മകളെയും ഭാര്യയും അയാളെയും ഒക്കെയാണ്. അയാളുടെ മകൾ മരിച്ചതായൊക്കെ അവൻ അവിടെ വെച്ചൊരു ഇല്യൂഷൻ ഉണ്ടാവുന്നു. പെട്ടെന്ന് അവൻ ആ ഒരു തോന്നലിൽ നിന്ന് മുക്തനാകുന്നുണ്ടെങ്കിലും എന്താണ് ഈ സംഭവിച്ചത്, എന്താണ് താൻ കണ്ടതിന്റെ അർത്ഥം എന്നതൊന്നും
വ്യക്തമായി അറിയാത്തവൻ അയാളോട് അതിനെപ്പറ്റിയൊന്നും സംസാരിക്കാനായി നിൽക്കുന്നില്ല. അവന്റെ സ്റ്റോപ്പിലെത്തി അങ്ങനെ വീട്ടിൽ പോകുന്ന അവൻ അപ്പോഴും ആ ചിന്തകൾ വിട്ടു മാറിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് രാത്രി അവൻ വളരെ കഷ്ടപ്പെട്ട് ഉറങ്ങാനായി കിടക്കുന്നു. കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അവന് ഉറക്കം വരുന്നത് വളരെ റെയറാണ്. അങ്ങനെ കിടന്ന് തിരിഞ്ഞും പറഞ്ഞും എപ്പോഴും അവൻ ഉറങ്ങി പോകുന്നുണ്ടെങ്കിലും ഏതാണ്ട് ഒരു 12 മണി ആകുമ്പോഴേക്കും അവന് വീണ്ടും ചില ദുസ്വപ്നങ്ങൾ വരാണ്. ഇതിൽ അവൻ ആ ബസ്സിൽ കണ്ട സഹയാത്രികന്റെ മകൾ മരിച്ച കണക്ക് വീണ്ടും അവൻ കാണുന്നു. കൂടാതെ അയാളെയും എന്തോ ഒരു രൂപം ആക്രമിക്കുന്നതായും ഇവിടെ നിൽക്കരുത്, വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ ആരാണെന്ന് പോലും അറിയാത്ത ഒരു മുത്തശ്ശി ദേവിനോട് പറയുന്നതായും അവന് തോന്നുന്നുണ്ട്. അവൻ അവിടെ നിന്ന് അവനെ ആക്രമിക്കാനായി എത്തുന്ന എന്തോ ഒരു കാര്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുമ്പോഴേക്കും അവൻ ആ ദുസ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നുണ്ട്. ഇത് വെറും ഒരു സ്വപ്നം അല്ലേന്ന് കരുതി അവൻ ആശ്വസിക്കുന്നുണ്ടെങ്കിലും അന്ന് സ്കൂളിലേക്ക് പോകാനായി അവൻ ഒരുങ്ങി ഇറങ്ങുമ്പോൾ അവൻ കാണുന്ന കാഴ്ച ന്യൂസിലെ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ്. അത് കഴിഞ്ഞ ദിവസം അവൻ വളരെ യാദൃശികമായി കണ്ട ആ സഹ ബസ് യാത്രികൻ മരണപ്പെട്ടു, അതും വളരെ ദുരൂഹമായ രീതിയിൽ മരണപ്പെട്ടു എന്നതാണ്. ഇത് കാണുന്ന അവൻ ആകെ ഷോക്കാവുന്നു. കാരണം ഇയാൾ മരിക്കുന്ന കണക്ക് അവൻ സ്വപ്നം കണ്ടിരുന്നു. അവനെ സംബന്ധിച്ച് അയാൾ ഒരു സ്ട്രേഞ്ചർ ആണെങ്കിലും അയാളുടെ മരണം അവൻ സ്വപ്നം കണ്ട കണക്ക് തന്നെ നടന്നു എന്നതാണ് അവനെ ഇവിടെ ഞെട്ടിക്കുന്ന കാര്യം. ആകെ തനിക്ക് ചുറ്റും എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്ന കണക്ക് തോന്നുന്നവൻ ഇപ്പൊ മരിച്ച ആളുണ്ടല്ലോ അയാളുടെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് അങ്ങോട്ടേക്ക് ഫ്രണ്ടിന്റെ കൂടെ പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവിടെ എത്തുമ്പോൾ അവൻ സ്വപ്നത്തിൽ കണ്ട ആ അപരിചിതന്റെ അതേ ഭാര്യയെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾറെഡി അയാളുടെ മകള് മരിച്ചതായിരുന്നു. താൻ സ്വപ്നത്തിൽ കണ്ട കണക്ക് തന്നെയാണ് ഇവിടെ കാര്യങ്ങളെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അതേസമയം അവിടെ സ്വപ്നത്തിൽ കണ്ട ആ ഒരു മുത്തശ്ശിയും അവൻ കാണുന്നുണ്ട്. കുറെ ദൂരെയായി ഇതൊക്കെ നോക്കി നിൽക്കുന്ന ഒരു രീതിക്ക്. പക്ഷെ അവൻ അവരുടെ അടുത്തേക്ക് സംസാരിക്കാനായി ശ്രമിക്കുമ്പോഴേക്കും അവർ അവിടെ നിന്ന് മാറിപ്പോകുന്നു. അവൻ അവരെ കാണാൻ പോലും സാധിച്ചില്ല. അവൻ ഈ കാര്യത്തിൽ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എന്ത് നടക്കുന്നത്? ഞാൻ സ്വപ്നത്തിൽ കണ്ട ആള് മരിക്കുന്നല്ലോ, അയാളുടെ ഫാമിലിയെ പറ്റിയും ഞാൻ സ്വപ്നത്തിൽ കണ്ട കണക്ക് തന്നെയാണ് കാര്യങ്ങൾ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നല്ല പിന്നീട് സുഹൃത്തിനോട് അവൻ ഡിസ്കസ് ചെയ്തിരിക്കുമ്പോൾ അത് വൂളൻ കേൾക്കുന്നുണ്ട്. അതെ, നീ പറഞ്ഞത് ശരിയാണ്. നീ സ്വപ്നം കാണുന്നതിനും റിയലായി നടക്കുന്നതിനും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അവൾ അവന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. നീ ഉറങ്ങുമ്പോൾ പോകുന്നത് വെറും സ്വപ്ന ലോകത്തല്ല, അത് ആത്മാക്കളുടെ ലോകമാണ്. അത് എല്ലാ മനുഷ്യരെ കൊണ്ടും സാധിക്കുന്നതുമല്ല. പക്ഷെ നിനക്ക് ആ കഴിവുണ്ട്. അങ്ങനെ ആത്മാക്കളുടെ ലോകത്ത് നീ അയാൾ മരണപ്പെട്ടതുപോലെ കണ്ടില്ലേ, അത് തന്നെയാണ് റിയലായി നടന്നത്. ആത്മാക്കളുടെ ലോകത്ത് നല്ല ആത്മാക്കളുമുണ്ട്, ചീത്ത ആത്മാക്കളുമുണ്ട്. അതായത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും, അത് നല്ലവരായ മനുഷ്യരാവട്ടെ ദുഷ്ടചിന്തകൾ ഉള്ളവരാവട്ടെ, എല്ലാവരുടെയും ആത്മാക്കൾ അവർ ജീവനോടെ ഉള്ളപ്പോൾ തന്നെ ആത്മാക്കളുടെ ലോകത്ത് വെച്ച് കണ്ടുമുട്ടും. നമ്മുടെ മനുഷ്യർക്കിടയിൽ കൊലപാതകങ്ങൾ നടക്കില്ലേ, അതേ കണക്ക് ആത്മാക്കളുടെ ലോകത്തും പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ആരെങ്കിലും പ്രത്യേകിച്ച് ഒരു ദുഷ്ട ആത്മാവ് നല്ലൊരു ആത്മാവിനെ കൊലപ്പെടുത്തുമ്പോൾ ആ ആത്മാവിനെ റെപ്രസെന്റ് ചെയ്യുന്ന മനുഷ്യജീവൻ ഭൂമിയിൽ മരിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് നീ സ്വപ്നത്തിൽ അയാൾ മരിക്കുന്നത് കണക്ക് കണ്ട് അടുത്ത ദിവസം അയാൾ മരിച്ചതായി റിയൽ ലൈഫിൽ നിനക്ക് മനസ്സിലായത്. പക്ഷേ ആത്മാക്കളുടെ ലോകത്തേക്കുള്ള പോക്ക് വളരെ അപകടമാണ്. ഇനി നീ അവിടെ പോകാൻ പാടില്ല. ഉറക്കത്തിൽ അറിയാതെ നീ അങ്ങനെ ചെല്ലുന്നതാണെങ്കിലും അതിനൊരു അവസാനം നീ തന്നെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അത് നിനക്ക് തന്നെ ആയിരിക്കും പ്രശ്നമെന്ന് വൂളൻ ദേവിനോട് പറയുന്നുണ്ട്. അന്നാകട്ടെ മുത്തശ്ശൻ ക്ലാസ് കട്ട് ചെയ്ത് എങ്ങോട്ടും അവൻ കറങ്ങാൻ പോയി എന്ന് മനസ്സിലാക്കി അതിന്റെ പേരിൽ അവനെ വഴക്ക് പറയുന്നുണ്ട്. അവന് പക്ഷേ ഈ സ്വപ്നം കാണുന്ന കാര്യങ്ങളൊക്കെ റിയലായി നടക്കുന്നു എന്നത് മുത്തശ്ശനോട് പറയാൻ സാധിക്കാതെ ആകെ ഡിസ്റ്റർബ്ഡ് ആയി ചെറിയ രീതിക്ക് അതിന്റെ പേരിൽ മുത്തശ്ശനുമായി വഴക്കിട്ട് അങ്ങനെ മുറിയിലേക്ക് അവൻ കയറി പോകുന്നു. അന്ന് രാത്രി ഉറങ്ങാനായി കിടക്കുന്നവൻ ഉറക്കത്തിൽ മുന്നത്തെ കണക്ക് തന്നെ ആത്മാക്കളുടെ ലോകത്ത് ചെല്ലുന്നുണ്ട്. ഇത്തവണയും ഒരാൾ അവിടെ കൊല്ലപ്പെടുന്ന കാഴ്ച അവൻ കാണുന്നുണ്ട്. പേടിച്ച് അവൻ ഓടുമ്പോഴേക്കും മുന്നേ അവന്റെ സ്വപ്നത്തിൽ വന്ന അതേ മുത്തശ്ശി അവനോട് നീ സേഫ് ആയിട്ട് ഇവിടെ നിന്ന് പോ, നീ സേഫ് ആയിരുന്നാലേ ഇതിനൊരു അവസാനം കുറിക്കാനായി നിനക്ക് സാധിക്കൂ, നീ ഇവിടെ നിന്ന് പോകുന്നു പറഞ്ഞ് അവന്റെ കഴുത്തിൽ എന്തോ കൊണ്ട് കുത്തുമ്പോഴേക്കും അവൻ ആ സ്വപ്നത്തിലൂടെ എത്തുന്ന ആത്മാക്കളുടെ ലോകത്ത് നിന്ന് റിയാലിറ്റിയിലേക്ക് എത്തുന്നു. അന്നും ഉറക്കമുണ്ടായിരുന്ന അവൻ ഒരു മരണ വാർത്ത കേൾക്കുന്നുണ്ട്. അത് അവൻ സ്വപ്നത്തിൽ മരിക്കുന്നതായി കണ്ട അതേ വ്യക്തിയുടെ മരണ വാർത്ത തന്നെയായിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെ പറ്റി തന്റെ സുഹൃത്തിനോട് ദേവ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ സുഹൃത്തിന് ചെറുതായി സിഐഡി പണി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൻ ഈ മരിച്ച ആളുകളെ പറ്റി, അതായത് ദേവ് സ്വപ്നത്തിൽ കണ്ട ശേഷം മരിച്ചു എന്ന് ഇപ്പൊ മനസ്സിലായ കുറച്ച് പേരുണ്ടല്ലോ, അവരെ പറ്റി ഫ്രണ്ട് അന്വേഷിക്കുമ്പോൾ അവർക്കിടയിൽ പ്രത്യക്ഷത്തിൽ വലിയ കണക്ഷൻ ഒന്നും തോന്നുന്നില്ലെങ്കിലും ആക്ച്വലി ഇവരെല്ലാം ഒരേ നാട്ടിൽ നിന്നുള്ളവരാണെന്ന കാര്യം അവൻ മനസ്സിലാക്കുന്നു. തുടർന്ന് ആ കാര്യത്തെ പറ്റി ദേവിനോട് പറയുമ്പോൾ ഇതിന് പിന്നിൽ എന്തോ വലിയ രഹസ്യമുണ്ട്, അത് നമ്മൾ കണ്ടെത്തി സോൾവ് ചെയ്തില്ലെങ്കിൽ ഇതാകെ കുഴപ്പമാവുന്ന തോന്നുന്ന ദേവ് വൂളന്റെ സഹായം ചോദിക്കുന്നു. വൂളൻ എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണെന്ന് ദേവിന് മനസ്സിലായിരുന്നു. കാരണം അവൻ ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു എന്നത് പറയാതെ തന്നെ അവൾ മനസ്സിലാക്കിയതാണ്. അങ്ങനെ അവൾ ഇവരെ സഹായിക്കാനായി ആക്ച്വലി ദേവിന് സ്വപ്നത്തിലൂടെ ആത്മാക്കളുടെ ലോകത്തെത്താനായി സാധിക്കുമല്ലോ. ഈ ആത്മാക്കളുടെ ലോകം എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് മരിച്ച ആത്മാക്കൾ എന്നല്ല, ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കും അവരുടെ ആത്മാക്കൾ ഈ ആത്മാവിന്റെ ലോകത്താണുള്ളത്. അവിടെ ആത്മാക്കൾ കൊല്ലപ്പെടുമ്പോഴാണ് ഭൂമിയിലും അവർ കൊല്ലപ്പെടുന്നത്. വൂളന് ചില പ്രത്യേക ശക്തികളുണ്ട്. അവൾക്ക് അവളുടെ ശരീരത്തിലേക്ക് ഒരു ആത്മാവിനെ പ്രവേശിപ്പിക്കാനും മരിച്ചവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതിനായി തന്നെ അവൾ ഒരു മാന്ത്രിക ശക്തിയുള്ള പെൻഡന്റും കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൾ ദേവിനെ സഹായിക്കാനായി അവളുടെ ശരീരത്തിലേക്ക് മരണപ്പെട്ട ആത്മാവിനെ സ്വീകരിക്കാനായി തയ്യാറാവുന്നു. ഇവരിപ്പോ സ്വീകരിക്കാനായി പോകുന്ന ഈ ലാസ്റ്റ് മരിച്ച ആളുടെ ആത്മാവിനെയാണ്. പക്ഷെ ആ ഒരു സമയത്ത് എന്തെങ്കിലും പ്രശ്നം പറ്റി ഇവൾ ആത്മാക്കളുടെ ലോകത്ത് കുടുങ്ങി പോകുമെന്നൊരു അവസ്ഥ വല്ലതും എത്തുകയാണെങ്കിൽ ആ സമയത്ത് ഇവളെ തിരിച്ചു കൊണ്ടുവരാനായി തലവഴി വെളുത്ത തുണി കൊണ്ട് മൂടണമെന്നും അവളുടെ ശരീരത്തിൽ ഒരു മുറിവ് ഉണ്ടാക്കണമെന്നും അവൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അത് പ്രകാരം ഫ്രണ്ടിന് ഇതൊക്കെ പേടിയുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഫ്രണ്ടിനെ മുറിക്ക് പുറത്തിറക്കുന്നു. കാരണം അവൻ ഇവരെ പോലെ എന്തെങ്കിലും സ്പെഷ്യൽ പവർ ഉള്ള ഒരു വ്യക്തിയൊന്നും അല്ല, മറിച്ച് നോർമലായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അവന് മുറിക്ക് പുറത്തിറക്കി ഇവർ ആ ചടങ്ങ് ചെയ്തു തുടങ്ങുകയാണ്. അങ്ങനെ വൂളിന്റെ ശരീരത്തിൽ അവൾ ആ ലാസ്റ്റ് മരണപ്പെട്ട ആത്മാവിനെ പ്രവേശിപ്പിക്കുന്നു. അങ്ങനെ ആ ഒരു സമയം അവിടെ നടക്കുന്ന
കമ്മ്യൂണിക്കേഷനിലൂടെ രണ്ട് പേരുകളാണ് ദേവിന് മനസ്സിലാവുന്നത്. സുക്മ എന്ന പേരും മുസ്തിക എന്ന പേരും. ഇവരെ കണ്ടുപിടിച്ചാൽ ബാക്കി കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് ദേവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും വൂളന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ ആത്മാവ് മാറുകയും രണ്ട് ദുഷ്ടശക്തികൾ അവളുടെ ശരീരം കീഴ്പ്പെടുത്താനായി നോക്കുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായി അവൾ വളരെ വയലന്റ് ആയി പെരുമാറുകയാണ്. അടുത്തതായി ദേവിനെ കൊലപ്പെടുത്തുമെന്ന രീതിക്കും പറയുന്നുണ്ട്. കാരണം ദേവും ഏതാണ്ട് ഇവർ മരിച്ച ആളുകളുണ്ടല്ലോ അവരുടെ അതേ നാട്ടിൽ നിന്ന് ഉള്ള ഒരാളാണ്. നീ എന്നെ തേടി വരണ്ട, ഞാൻ നിന്നെ തേടി വന്നിരിക്കും പറഞ്ഞ് അവളുടെ ശരീരത്തിൽ ആ ദുഷ്ടശക്തി ബഹളം വെക്കുമ്പോഴേക്കും ഇവരിപ്പോ ഉള്ളത് ദേവിന്റെ വീട്ടിലെ ഒരു മുറിക്കകത്താണ്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദം കേട്ട് മുത്തശ്ശനും ആ ഹെൽപ്പറും ഒക്കെ തന്നെ അവിടെ ഓടിയെത്തുന്നുണ്ട്. കഥ കടച്ച് സുഹൃത്തും വെളിയിൽ നിൽക്കാണല്ലോ, എന്തെങ്കിലും നടക്കുന്നതെന്ന് പുറത്തു നിൽക്കുന്നവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവളുടെ ശരീരത്തെ തുണിയിട്ട് മൂടി ചെറിയ രീതിയിൽ മുറിവുണ്ടാക്കി അവളെ ആ ഒരു ആത്മാവിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനായി ദേവിന് സാധിക്കുന്നു. തുടർന്ന് എന്താണ് അകത്ത് നടന്നതെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അവരും കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാണ്. മുത്തശ്ശ, ഞാൻ ആ ഒരു നാട്ടിലെ ആളാണോ എന്ന് ദേവ് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ അതെ എന്ന കാര്യങ്ങൾ പറയുന്നു. ആക്ച്വലി അപ്പോൾ മാത്രമാണ് ദേവിന് ഈ മരണപ്പെട്ടവരെ കണക്ക് താനും ആ നാട്ടിലെ ഒരാളാണ്, താൻ ഇവിടെ വന്നിപ്പോ താമസിക്കുന്നു എന്നേ ഉള്ളൂ എന്നും മനസ്സിലാവുന്നത്. അപ്പൊ ആ ദുരാത്മാവ് തന്നോട് പറഞ്ഞ കണക്ക് തന്നെ താനും കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൂളന്റെ കൂടെ ചേർന്ന് ആ ആത്മാവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടീം അവന് രണ്ട് പേരുകൾ മനസ്സിലായിരുന്നല്ലോ, അതിൽ ഓരോരുത്തരെയും അന്വേഷിച്ചിറങ്ങാനായി അവൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആദ്യം പോകുന്നത് മുസ്തിക എന്ന പേരുള്ള വ്യക്തിയെ അന്വേഷിച്ചാണ്. അങ്ങനെ അവിടെ എത്തുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അവൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ആത്മാക്കളുടെ ലോകത്ത് ചെല്ലുന്ന സമയത്ത് ഒരു മുത്തശ്ശിയെ കാണാറുണ്ടല്ലോ, ആ മുത്തശ്ശിയാണ് അവൻ അന്വേഷിച്ചു വന്ന മുസ്തിക എന്ന കാര്യം. പക്ഷെ അവൻ ആ മുത്തശ്ശിയോട് എന്തെങ്കിലും സംസാരിക്കാൻ സാധിക്കും മുന്നേ മുത്തശ്ശിയെ കണ്ടപാടെ അവൻ മയങ്ങി വീഴുന്നു. പിന്നീട് അവൻ കണ്ണു തുറക്കുമ്പോഴേക്കും ആത്മാക്കളുടെ ലോകത്തായിരുന്നു ഉണ്ടായിരുന്നത്. മുന്നിൽ അവന്റെ അച്ഛനും അമ്മയും ഉണ്ട്. അവന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ സന്തോഷത്തിൽ സംസാരിക്കാനായി നോക്കുമ്പോഴേക്കും ആ മുത്തശ്ശി, ഇത് ആത്മാക്കളുടെ ലോകമാണ്, ഇവിടെ നീ കാണുന്നതൊന്നും സത്യമല്ല, വിശ്വസിക്കരുതെന്ന് പറയുമ്പോൾ തിരിഞ്ഞ അച്ഛനെയും അമ്മയും നോക്കുന്നവന് അവിടെ അച്ഛനെയും അമ്മയും കാണാൻ സാധിക്കുന്നില്ല, മറിച്ച് അവിടെയുള്ള ഒരു ദുഷ്ടശക്തി അവനെ ആക്രമിക്കാൻ നോക്കുന്നതാണ് കാണുന്നത്. ഉടനെ അവൻ രക്ഷപ്പെടാനായി ഒരു കമ്പെടുത്ത് ശക്തിയിൽ അവനെ തന്നെ കുത്തുന്നു. തുടർന്ന് അവൻ ആ ഒരു ആത്മാക്കളുടെ ലോകത്ത് നിന്ന് ഉണരുമ്പോഴേക്കും അവൻ വീട്ടിലാണുള്ളത്. മുത്തശ്ശനും ഫ്രണ്ടും വൂളനും ഒപ്പം ആ മുത്തശ്ശിയും അടുത്തുണ്ട്. അങ്ങനെ ആ മുത്തശ്ശിയാണ് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന കാര്യങ്ങളെ പറ്റി ഒരു ക്ലാരിറ്റി പറഞ്ഞു തുടങ്ങുന്നത്. അതായത് ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ ആളുകളൊക്കെ അവരുടെ കുലദൈവമായി വിശ്വസിച്ചു വരുന്ന ഒരു ശക്തിയെ പ്രാർത്ഥിച്ചിരുന്നു. അതേ ഗ്രാമത്തിൽ തന്നെ ഒരു ദുർമന്ത്രവാദിനെ താമസിച്ചിരുന്നു. ആദ്യം അവരിൽ ആർക്കും തന്നെ സംശയം തോന്നിയിരുന്നില്ല. പക്ഷേ ഇവരാകട്ടെ പാരമ്പര്യ വൈദ്യ എന്ന ഒരു ലേബലില് അവരുടെ അടുത്ത് ചികിത്സയ്ക്ക് എത്തുന്ന ആളുകളെയൊക്കെ കൊന്ന് ബലി നൽകി ആത്മാക്കളുടെ ലോകത്തേക്ക് എത്താനായി ശ്രമിച്ചിരുന്നു. ആത്മാക്കളുടെ ലോകത്തെയും കൺട്രോൾ ചെയ്യുക എന്നതായിരുന്നു ആ ദുർമന്ത്രവാദിനിയുടെ ലക്ഷ്യം. ആദ്യം കുറെ കൊലകൾ അവർ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ആ ഗ്രാമത്തില് ഒരു ചെറിയ പയ്യൻ ഇവർക്ക് ഭയങ്കര സഹായിയായിരുന്നു. ഇവരേതാണ്ട് ആ പയ്യനെ മകനെ കണക്കും ആ പയ്യൻ ഇവരെ അമ്മയെ കണക്കും ഒക്കെ നോക്കിയിരുന്നു. ആ ദുർമന്ത്രവാദിനിയായ സ്ത്രീയുടെ പേരാണ് സുക്മ. പക്ഷേ ഈ ഗ്രാമത്തില് തുടരെ നടക്കുന്ന കൊലകൾക്ക് കാരണം സുക്മയാണെന്ന് കണ്ടെത്തുന്ന നാട്ടുകാര് അവരെ ശിക്ഷിക്കാനായി തീരുമാനിച്ചു. പക്ഷെ അവരെ കൊല്ലാനായി, അതായത് പെട്ടെന്ന് തന്നെ കുത്തിയൊന്നും കൊല്ലാനായി അവരാരും തയ്യാറായില്ല. മറിച്ച് പട്ടിണിക്കിട്ട് കൊല്ലുക എന്നതായിരുന്നു അവർ തെരഞ്ഞെടുത്ത കാര്യം. അതിനായി ആ ദുർമന്ത്രവാദിനിയെ അവർക്ക് കയ്യോ കാലോ ചലിപ്പിക്കാൻ പറ്റാത്ത രീതിക്ക് ഒരു സ്ഥലത്ത് ബന്ദിയാക്കിയിടുന്നു. ഈ പയ്യനാകട്ടെ അപ്പോഴും നാട്ടുകാർ മുഴുവൻ സുക്മയെ വെറുത്തപ്പോഴും അവരെ അമ്മയായി കണ്ട് വിശ്വസിക്കുന്നു. അവരെ രക്ഷപ്പെടുത്താൻ അവൻ പരമാവധി ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അങ്ങനെ അധികം വൈകാതെ സുക്മ ആ കിടന്ന കിടപ്പിൽ മരണപ്പെടുകയാണ്. പക്ഷെ അപ്പോഴും ആ ബോഡി എടുത്ത് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും നാട്ടുകാർ ധൈര്യപ്പെട്ടിരുന്നില്ല. കാരണം ദുർമന്ത്രവാദിനിയല്ലേ, ആളുകൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അധികം വൈകാതെ സുക്മയുടെ മരണശേഷം അവരുടെ ബോഡിയും കാണാതാകുന്നു, ആ പയ്യനെയും കാണാതാകുന്നു. അതിനുശേഷം കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോവുകയായിരുന്നു. പക്ഷെ ഈ അടുത്തായി നാടിന്റെ പല ഭാഗങ്ങളിൽ താമസിക്കുന്ന ആ ഗ്രാമവാസികളിൽ പലരും ദുരൂഹമായ സാഹചര്യങ്ങളിൽ മരണപ്പെടുന്നു. അതും ഉറങ്ങുന്ന സമയത്ത് എല്ലാ മനുഷ്യരും അവരുടെ ആത്മാക്കളുള്ള ആ ലോകത്ത് ചെല്ലും. അവിടെ വെച്ചാണ് അവർ മരണപ്പെടുന്നത്. ഉറക്കത്തോടുകൂടി ആ നാട്ടിലുള്ള ആളുകൾ മരണപ്പെടുന്നു എന്ന വാർത്ത പലപ്പോഴായി ഈ അടുത്ത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊക്കെ സാധാരണ ഒരു മരണമല്ല, സുക്മ എന്ന ദുർമന്ത്രവാദിനിയുടെ പ്രവൃത്തിയാണെന്ന് മനസ്സിലായി. എന്തായാലും ഇതിനൊരു അവസാനം എത്രയും പെട്ടെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ ഇനിയും ആ ഗ്രാമത്തിലുള്ള എല്ലാ മനുഷ്യരെയും സുക്മ കൊലപ്പെടുത്തുന്നതായിരിക്കും. നാടിന്റെ ഏത് ഭാഗത്ത് പോയി ഒളിച്ചാലും അവർ തേടിയെത്തി കൊലപ്പെടുത്തും. അതുകൊണ്ട് നിനക്ക് മാത്രമേ ഇതിനൊരു അവസാനം കണ്ടെത്താൻ സാധിക്കൂ, നിനക്ക് മാത്രമേ സുക്മയെ അവസാനിപ്പിക്കാൻ സാധിക്കൂ എന്നെല്ലാം ദേവിനോട്. അവൻ സ്പെഷ്യലാണ്, അവൻ സാധാരണ ഒരു മനുഷ്യനല്ല. ദേവനക്ഷത്രത്തിൽ ജനിച്ചവന് അത്തരം ഒരു സ്പെഷ്യൽ പവർ ഉണ്ടെന്ന് മനസ്സിലാക്കി മുത്തശ്ശി പറയുമ്പോൾ അത് കേട്ടിരിക്കുന്ന ദേവിന്റെ മുത്തശ്ശൻ ഇഷ്ടപ്പെടുന്നില്ല. അവന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് പേടിച്ച് മുത്തശ്ശൻ മതി ഇവിടെ ഇനി ഈ കാര്യങ്ങളെ പറ്റി സംസാരിക്കേണ്ട, ഇറങ്ങിപ്പോ എല്ലാവരും എന്ന് പറഞ്ഞ് അവരൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. പക്ഷേ ദേവാകട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മുക്തനായിട്ടുണ്ടായിരുന്നില്ല. അവൻ അടുത്ത ദിവസം സ്കൂളിൽ ചെല്ലുമ്പോഴും അത് തന്നെയായിരുന്നു ആലോചിക്കുന്നത്. ദേ നോക്ക്, ആ വംശത്തിൽപ്പെട്ട കുറെ പേര് ഈ നാടിന്റെ പല ഭാഗങ്ങളിലും താമസിക്കുന്നുണ്ട്. പക്ഷെ അവരിൽ നിനക്ക് മാത്രമാണ് ഇതിനെല്ലാം അവസാനം കുറിക്കാൻ പറ്റുന്ന ആ ഒരു സ്പെഷ്യൽ പവർ ഉള്ളത്. അതുകൊണ്ട് നീ ബുദ്ധിപരമായി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവരുടെ ഒക്കെ മരണം ഇനി നീ ഫേസ് ചെയ്യേണ്ടി വരും. മുത്തശ്ശൻ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്, സമ്മതിച്ചു. പക്ഷെ കുറെ പേരുടെ ജീവൻ നിന്റെ കയ്യിലാണെന്നെല്ലാം അവൾ പറയുമ്പോൾ തീർച്ചയായും ഞാൻ അത് ചെയ്തിരിക്കുമെന്ന് അവനും പറയുന്നുണ്ട്. അങ്ങനെ ആ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഫ്രണ്ടും വൂളനും ദേവും പോകുന്നുണ്ട്. അവിടെ വെച്ച് എങ്ങനെ ഒരു ദുഷ്ടശക്തിയായ സുക്മയെ എതിർക്കാൻ സാധിക്കുമെന്ന് ദേവ് തിരക്കുമ്പോൾ അതിന് സുക്മയുടെ ആ ഒരു ബോഡി കണ്ടെത്തി അത് കത്തിച്ചു കളയണമെന്ന്
കണ്ടെത്തുമെന്ന് മുത്തശ്ശി പറയുന്ന ടീം അതൊക്കെ നടക്കോ? എത്ര വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടത് അവര്, അതുകൊണ്ട് ബോഡി ഒന്നും കണ്ടെത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ ആത്മാക്കളുടെ ലോകത്തേക്ക് പോയി അവിടെ സുക്മയുമായി ഏറ്റുമുട്ടി അവരുടെ തല ഇറക്കണം, എങ്കിൽ ഇതിനൊരു അവസാനം കണ്ടെത്താൻ സാധിക്കും. പക്ഷെ അതിനായിട്ട് നിന്റെ പവറുകൾ കൂട്ടണം, അതിനായി ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് മുത്തശ്ശി പറയുമ്പോൾ എന്ത് സഹായം ചെയ്തും കൂടെ ഉണ്ടാകുമെന്ന് വൂളനും പറയുന്നുണ്ട്. അങ്ങനെ അതിനുവേണ്ട കാര്യങ്ങൾ മുത്തശ്ശി സെറ്റ് ചെയ്യുന്നു. അങ്ങനെ അതിന്റെ കാര്യങ്ങൾ അവർ ചെയ്യുന്ന സമയത്ത് വൂളന്റെ സ്വപ്നലോകത്ത്, അതായത് അവളുടെ പേഴ്സ്പെക്റ്റീവില് ആത്മാക്കളുടെ ലോകത്ത് ചെല്ലാനായി സാധിക്കുന്ന ദേവ് അവിടെ ആക്ച്വലി കള്ളന്മാരുടെ ആക്രമണത്തിൽ മരണപ്പെടുകയായിരുന്നു വൂളന്റെ അമ്മ. ആ ഒരു സംഭവം നേരെ തിരുത്തി അവൾക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ അമ്മ അന്ന് അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്ന് മരണപ്പെടാത്ത കണക്ക് അവൻ മാറ്റിമറിക്കുന്നു. അത് റിയലായി നടക്കില്ലെങ്കിലും സ്വപ്നത്തിൽ തന്റെ അമ്മ സേഫ് ആയിട്ടുള്ളത് കണ്ട് അമ്മ മരിച്ച വിഷമത്തിൽ ഇത്രയും നാൾ ജീവിച്ചിരുന്ന അവൾക്ക് ഒരു സന്തോഷമാവുന്നുണ്ട്. എന്തായാലും ഇന്ന് ഇത്രയും മതി, ബാക്കി ചടങ്ങുകൾ നമുക്ക് പിന്നെ ചെയ്യാമെന്നും പറഞ്ഞ മുത്തശ്ശി ദേവനെയും വൂളനെയും ഒക്കെ പറഞ്ഞു വിടുന്ന ആ ഒരു സമയത്ത് മുത്തശ്ശിയെ ആക്രമിക്കാനായി മറ്റൊരാൾ എത്തുന്നുണ്ടായിരുന്നു. അയാൾ മുത്തശ്ശിയെ കൊലപ്പെടുത്തുന്നത് നമുക്ക് കാണാം. ആ വന്നത് മറ്റാരുമല്ല, ദേവന്റെ വീട്ടില് സഹായത്തിന് നിൽക്കുന്ന അയാളാണ്. അയാൾ മുത്തശ്ശിയെ കൊന്ന ശേഷം നേരെ സുക്മയുടെ ബോഡി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. നമ്മൾ കണ്ടിരുന്നില്ലേ സുക്മ മകനെ പോലെ നോക്കിയിരുന്ന ഒരു പയ്യൻ, ആ പയ്യനാണ് സുക്മയുടെ ബോഡിയും എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു പോയത്. ആ പയ്യൻ മറ്റാരുമല്ല, ദേവന്റെ വീട്ടില് ജോലിക്ക് നിൽക്കുന്ന പയ്യൻ തന്നെയാണ്. ദേവ് സ്പെഷ്യൽ പവറുള്ള ആ ഒരു വംശത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് തന്നെ അവനെ ബലി കൊടുത്താലും സുക്മ റിയൽ ലൈഫിലേക്ക് മടങ്ങിയെത്തുമെന്ന് അവൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദേവിനെ ട്രാപ്പിലാക്കാനായിട്ടാണ് ഒരു വേലക്കാരനെ കണക്ക് ദേവിന്റെ വീട്ടിൽ ആൾമാറാട്ടം നടത്തി ആ ഹെൽപ്പർ താമസിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം ആ മുത്തശ്ശിയുടെ മരണവാർത്ത അറിയുന്നവർ ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോഴേക്കും കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ സുക്മയുടെ കൂടെ ഉണ്ടായിരുന്ന ആ പയ്യനാണ് ഈ മരണത്തിന് പിന്നിലെന്ന് ദേവ് കറക്റ്റായി ഗസ് ചെയ്യുന്നു. പക്ഷെ അപ്പോഴേക്കും അവന്റെ കൂടെ ഉണ്ടായിരുന്ന വൂളന്റെ ശരീരത്തിലേക്ക് ആ സുക്മയുടെ ആത്മാവ് പ്രവേശിക്കുന്നു. അത് അവളെ വളരെ വയലന്റ് ആക്കുന്നുണ്ട്. അവിടെ വെച്ച് അവൾ വഴി ദേവിനെ ആക്രമിക്കാനായി സുക്മ ശ്രമിക്കുമ്പോഴേക്കും ഇതുപോലെ എന്തെങ്കിലും സാഹചര്യത്തിൽ തന്റെ കൺട്രോളിലല്ലാതെ പെരുമാറിയാൽ തന്നെ നോർമൽ ആക്കാനായി തല വഴി വെളുത്ത തുണിയിട്ട് മൂടി മുറിവേൽപ്പിക്കണമെന്ന് വൂളൻ പറഞ്ഞ കാര്യം ഓർത്ത് ദേവ് അതേപടി ചെയ്യുമ്പോഴാണ് അവൾ നോർമൽ ആവുന്നത്. പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങളിൽ ഡൗട്ട് തോന്നി ദേവ് വേഗം ഫ്രണ്ട്സുമായി അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ആ ഹെൽപ്പർ ഉണ്ടായിരുന്നില്ല, മറിച്ച് മയക്കത്തിലുള്ള മുത്തശ്ശനെയും കാണാം. കൂടാതെ മുത്തശ്ശൻ കിടക്കുന്നതിന്റെ അടുത്ത് ദുർമന്ത്രവാദത്തിന്റെ ഒരു പ്രതിമയും ഇരിപ്പുണ്ടായിരുന്നു. അതുപോലെ ഒന്ന് ദേവിന്റെ ബെഡിന്റെ അടിയിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ ഇതിനൊക്കെ ഉത്തരവാദി തങ്ങളുടെ കൂടെ നിന്ന ആ ഹെൽപ്പറാണ്, അയാളാണ് സുക്മയുടെ ആ വളർത്തു മകൻ എന്നത് ഇവർക്ക് മനസ്സിലാവുന്നു. പക്ഷെ മുത്തശ്ശൻ അപ്പോഴേക്കും ആത്മാക്കളുടെ ലോകത്ത് പെട്ടിരിക്കുകയാണ്. അവിടേക്ക് ഈ മുത്തശ്ശനെ ഒരു ഇരയായി വെച്ച് ദേവിനെ കൊണ്ടുവരിക എന്നതാണ് പ്ലാൻ എന്ന് മനസ്സിലാക്കുന്ന ദേവ് പക്ഷെ വേറെ വഴിയില്ല. മുത്തശ്ശനെ സേഫായി ആത്മാക്കളുടെ ലോകത്ത് നിന്ന് രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ ആ സുക്മ അവിടെ വെച്ച് മുത്തശ്ശനെ കൊന്നു കഴിഞ്ഞാൽ തനിക്ക് എന്നേക്കുമായി മുത്തശ്ശനെ നഷ്ടപ്പെടും എന്നറിയാവുന്നവൻ മുത്തശ്ശനെ രക്ഷപ്പെടുത്താനായി ആത്മാക്കളുടെ ലോകത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ ആ ആത്മാക്കളുടെ ലോകത്തേക്ക് ചെല്ലുന്നവൻ അവിടെ മുത്തശ്ശനെ പിടിച്ചു വെച്ചിരിക്കുന്ന സുക്മയെ കാണുകയും അവരുമായി ഫൈറ്റ് ചെയ്യാൻ നോക്കുകയും ചെയ്യുന്നു. തനിക്ക് എന്ത് സംഭവിച്ചാലും ദേവിന് ഒരു ആപത്തും സംഭവിക്കരുത് എന്ന് വിശ്വസിക്കുന്ന മുത്തശ്ശൻ അവിടെ അവനെ ഫൈറ്റ് ചെയ്യാനായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒടുക്കം അവൻ ആത്മാക്കളുടെ ലോകത്ത് നിന്ന് മടങ്ങി എത്തുന്നുണ്ടെങ്കിലും മുത്തശ്ശന്റെ ആത്മാവ് അപ്പോഴും ആത്മാക്കളുടെ ലോകത്ത് പെട്ടിരിക്കുകയാണ്. മുത്തശ്ശന്റെ ബോഡി ഈ ആത്മാവ് ശരീരത്തില്ലെങ്കിലും ജീവനോടുകൂടി മുന്നോട്ട് പോയാലേ തനിക്ക് ആത്മാക്കളുടെ ലോകത്ത് നിന്ന് കുറച്ച് പാടുപെട്ടിട്ടാണെങ്കിലും മുത്തശ്ശനെ തിരിച്ച് ഈ ഒരു ബോഡിയിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നറിയാവുന്നവൻ മുത്തശ്ശനെ കോമ സ്റ്റേറ്റിലുള്ള ഈ ഒരു അവസ്ഥയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ട്രീറ്റ്മെന്റിന് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണമെന്ന് വൂളനെയും ഫ്രണ്ടിനെയും ഏൽപ്പിച്ച് അവൻ എന്ത് ചെയ്താണെങ്കിലും ആത്മാക്കളുടെ ലോകത്ത് പോയി അവിടെ സുക്മയെ നേരിടാനായി തന്നെ തീരുമാനിക്കുന്നു. മുന്നേ വൂളന്റെ അമ്മയ്ക്ക് സംഭവിച്ച കാര്യം ആത്മാക്കളുടെ ലോകത്ത് തിരുത്താനായി നോക്കിയ അവൻ ഇത്തവണ ഇങ്ങനെ പോകുമ്പോൾ അവന്റെ അമ്മയ്ക്കും അച്ഛനും സംഭവിച്ച ആ ഒരു ആക്സിഡന്റിൽ അവർ മരണപ്പെട്ടല്ലോ, അതൊന്ന് തിരുത്താനായി ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ നടന്ന സംഭവങ്ങൾ തിരുത്താനായി നോക്കുന്ന സമയത്ത് അവന് ഉള്ള പവർ കുറച്ചുകൂടെ കൂടുമെന്ന കാര്യം മുത്തശ്ശി പറഞ്ഞറിയാവുന്നത് കൊണ്ടാണ് അവനിപ്പോ അത് ചെയ്യാനായി നോക്കുന്നത്. അപ്പോഴേക്കും ആ ഒരു ഹെൽപ്പറിന്റെ അഡ്രസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഫ്രണ്ടും വൂളനും മുത്തശ്ശനെ ഹോസ്പിറ്റലിലാക്കിയ ശേഷം അയാൾ അന്വേഷിച്ച് പോകുന്നുണ്ട്. അങ്ങനെ അയാളുടെ താമസ സ്ഥലത്ത് നിന്ന് സുക്മയുടെ മമ്മിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോഡി അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഇത് കത്തിച്ചു കളഞ്ഞാലും സുക്മയെ ഇല്ലാണ്ടാക്കാൻ സാധിക്കുമെന്ന മുത്തശ്ശി പറഞ്ഞ ഓർമ്മയ്ക്ക് അവരിത് കത്തിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും ആ ഹെൽപ്പർ അവരെ തടയാണ്. എന്റെ അമ്മയെ ഇത് തൊട്ടുപോരുന്നവരെ അവരെ ഞാൻ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്നറിയാവോ, പക്ഷെ ആ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ എന്റെ അമ്മയെ ദുർമന്ത്രവാദിനിയാക്കി കൊലപ്പെടുത്തി. അവരോട് ഞാൻ പ്രതികാരം വീട്ടും. ഞാൻ ആരാണ് എന്താണ് എന്നത് അറിയാതെ ആ നാട്ടിൽ താമസിച്ചിരുന്ന ഓരോ ആളുകളെയും തേടി ഞാൻ പോയി അവരെ ദുർമന്ത്രവാദത്തിന്റെ സഹായത്തോടു കൂടി തന്നെ സ്വപ്ന ലോകത്ത് ഞാൻ എത്തിച്ചു. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ആത്മാക്കളുടെ ലോകത്ത് വെച്ച് അവരെ എന്റെ അമ്മ കൊല്ലപ്പെടുത്തി. അങ്ങനെ എല്ലാവരോടും പ്രതികാരം വീട്ടും. ദേവനെയും കൊല്ലാതെ ഞങ്ങളുടെ പ്രതികാരം അടങ്ങില്ല. അവൻ ഈ വംശത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അവസാന കണ്ണിയാണ്, അവനെയും ഇല്ലാണ്ടാക്കിയിരിക്കുമെന്ന് അവിടെ അയാൾ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. അവൻ മരിച്ചു കഴിഞ്ഞാല് എന്റെ അമ്മ മടങ്ങിയെത്തുമെന്നും പറഞ്ഞ് ആ ഹെൽപ്പർ ആക്രോശിച്ച് ഇവരെ ആക്രമിക്കാനായി നോക്കുമ്പോഴേക്കും ഇവർ തിരിച്ച് ഫൈറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. ഇതേ സമയം ആത്മാക്കളുടെ ലോകത്ത് എത്തിയിട്ടുണ്ടായിരുന്ന ദേവ് അവിടെ സുക്മയെ നേരിടുകയാണ്. പക്ഷെ അപ്പോഴേക്കും തങ്ങളെ കൊല്ലാനായി നോക്കുന്ന ആ ഹെൽപ്പറിനെ അയാൾ ആക്രമിക്കാനായി കൊണ്ടുവന്ന് കത്തിയെടുത്ത് വീശി ആക്രമിച്ച ശേഷം ആ ഒരു ഗ്യാപ്പിന് വൂളൻ ഇവർ കയ്യിൽ കൊണ്ടുവന്ന ഫ്യൂവൽ എടുത്ത് കത്തിക്കുകയാണ് ആ ബോഡി. ഇവിടെ അത് കത്തി അമരുമ്പോഴേക്കും ആത്മാക്കളുടെ ലോകത്ത് വളരെ പവർഫുൾ ആയി ദേവനോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സുക്മയും വീക്ക് ആവുന്നത് ശ്രദ്ധിക്കുന്ന അവന് തന്റെ ഫ്രണ്ട്സ് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയെന്ന് മനസ്സിലാവുന്നു. അവൻ ഒട്ടും വൈകാതെ കയ്യിൽ കിട്ടിയൊരു കമ്പെടുത്ത് ശക്തിയില് വാള് വീശും കണക്ക് സുക്മയുടെ തലയ്ക്ക് നേരെ വീശുന്നതും അത് ഉടലുമായി വേർപെട്ട് ചിന്നി ചെതറി പോകുന്നു. അതോടുകൂടി സുക്മയുടെ കഥ ഇവിടെ കഴിയാണ്. റിയൽ ലൈഫില് സുക്മയുടെ ബോഡി ഇവർ
കത്തിക്കുകയും ആത്മാക്കളുടെ ലോകത്ത് സുക്മയുടെ തലയും ബോഡിയും സെപ്പറേറ്റ് ആക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ വേഗം തന്നെ അവിടെ നിന്ന് സുക്മയുടെ കഥ കഴിച്ച് മുത്തശ്ശനെ രക്ഷപ്പെടുത്തി ആത്മാക്കളുടെ ലോകത്ത് നിന്ന് റിയൽ ലൈഫിലേക്ക് ദേവ് എത്തുന്നു. തുടർന്ന് ഈ നാട്ടിൽ നടന്ന ദുരൂഹമായ സാഹചര്യങ്ങളിലുണ്ടായിരുന്ന കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഈ ഹെൽപ്പർ ആണെന്ന് കണ്ടെത്തി അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ മുത്തശ്ശന്റെ കൂടെ ഹാപ്പിയായി ജീവിക്കുന്ന ദേവ് വൂളനുമായി നല്ലൊരു ലൈഫും മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ അവിടെ കൊണ്ട് ഈ ഒരു കഥയും അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും രസകരമായ പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.